ഗായ്സ്, ഇന്ന് ഞാൻ ഹെൽത്ത് സ്പാഡ് സീസൺ 2 9ാമത്തെ എപ്പിസോഡ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബെൽ ഒന്ന് ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഡിസ്കോഡ് സെർവറിലും ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ചോബയും ബാക്കിയുള്ളവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചെങ്കിലും അവരുടെ സഹകരണം കണ്ടിട്ട് ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നില്ല എന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും ആ കിഷിക്കൈ ഫോം അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ചോബയെ അവൻ്റെ പവർ വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷെ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് തനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ചോബയും മനസ്സിലാക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവർ താവയെ മാസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് താൻ ഒറ്റയ്ക്ക് ഈ മോൺസ്റ്ററിനെ കൊല്ലുമെന്ന് ചോബെ തീരുമാനിക്കുന്നു. അങ്ങനെ നേരത്തെ റെയിൻ ചോബയ്ക്ക് അങ്ങനെ ആർട്ടിഫിഷ്യലായി താവയെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിച്ച സംഭവങ്ങൾ കാണിക്കുന്നു. അതിനാദ്യം ചെസ്നട്ട്സ്, സോയ ബീൻസ്, പിന്നെ ഒരു കിഡ്നിയോ അല്ലെങ്കിൽ ബ്ലാഡറോ ചേർത്ത് അവയെ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചാൽ ആർട്ടിഫിഷ്യലായി വാട്ടർ താവയെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് റെയിൻ പറയും. ശേഷം തലിസ്മാൻ അല്ലെങ്കിൽ ഇത്തരം റിച്വൽസിനായി ഉപയോഗിക്കുന്ന ഒരു തരം പേപ്പറിൻ്റെ പീസ് എടുത്ത ശേഷം അതിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് എഴുതിയാൽ അവരുടെ ഫ്യൂച്ചറും പ്രസൻറ്റും നമുക്ക് അറിയുവാൻ സാധിക്കും. അങ്ങനെ ചോബയുടെ ആഗ്രഹപ്രകാരം തോമയുടെ പേര് എഴുതിയ റെയിൻ അവനെന്തോ വലിയ പ്രശ്നം വരാൻ പോകുവാണെന്ന് പറയുന്നു. അങ്ങനെ ആ കാര്യം ഓർത്ത് ചോബെ അവൻ ഒരിക്കലും തോമയ്ക്ക് ഒന്നും വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനായി പോകുന്നു. അങ്ങനെ ജൂഫ വളഞ്ഞു വന്ന് ചോബയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് തോമ ആ അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. ശേഷം തോമ ഫൂച്ചിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ടേക്ക് പോയി ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൂച്ചി ചാടി വന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അതോടൊപ്പം ആ അറ്റാക്ക് അതിനെ ഹിൻഡർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഫൂച്ചി അവൻ്റെ മെറ്റലും തോമയുടെ എർത്തും ചേർത്ത് താവയുടെ വുട്ടൈപ്പിനെ ഹിൻഡർ ചെയ്യാൻ കഴിയുമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവരുടെ പ്ലാൻ വർക്കായി എന്ന് പറഞ്ഞ് തോമ ഇരിക്കെ പെട്ടെന്ന് തമിയ ഞാൻ തന്നെ അതിനെ കൊല്ലുമെന്ന് പറഞ്ഞ് അതിനെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ഫൂച്ചിയുടെ അറ്റാക്കിൽ വേദന എടുത്ത് അവ മുകളിലേക്ക് പറന്നു പോകും. അങ്ങനെ തമിയ നേരെ വെള്ളത്തിലേക്കും വീഴുന്നു. അങ്ങനെ അവർ തമിയുമായി വഴക്കിടുന്ന കണ്ട് ചോബയെ ഓർക്കുന്നു. തോമ പണ്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നതായി താൻ ഓർക്കുന്നേയില്ല. ആകെ അവൻ ചെയ്യാറുള്ള കാര്യം എന്നെ കോപ്പി അടിക്കുക എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ തോമ വളർന്ന് അവനെ മറികടക്കാറാവും വിധത്തിലെത്തിയെന്ന് അവൻ തിരിച്ചറിയുന്നു. അതേസമയം തന്നെ ആ കിഷിക്കൈ ഫോം ഒഫൻസീവ് മോഡിൽ നിന്ന് ഡിഫൻസീവ് മോഡിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അങ്ങനെ ഫൂച്ചിയുടെ അറ്റാക്ക് അത് ഹീൽ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി ചോബെ നമ്മൾ ഒരേ സമയം അവരുടെ രണ്ടുപേരുടെയും ടാലൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യണം, എങ്കിലേ അതിനെ ബീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അവനൊരു പ്ലാൻ മുന്നോട്ടേക്ക് വെക്കുന്നു. ചോബയും തമിയും ചേർന്ന് ജൂഫയെ അറ്റാക്ക് ചെയ്യുമെന്നും അതേസമയം ബാക്കി രണ്ടുപേരും അവർ നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് യൂസ് ചെയ്ത് തൗഫയെയും അറ്റാക്ക് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ തോമയ്ക്ക് അത് മനസ്സിലായെങ്കിലും അവൻ്റെ ചേട്ടനോട് പിന്നെയും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ചോബെ അവൻ്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്നു. വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതെ അവൻ്റെ സ്വന്തം ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ അവൻ പറയുന്നു. കാരണം അതിന് മാത്രം അവനിപ്പോൾ വളർന്നിരിക്കുന്നുവെന്ന് ചോബെ മനസ്സിലാക്കുന്നു. അപ്പോൾ തമിയ ഞാനൊരിക്കലും വേറെ ഒരുത്തൻ്റെ ഓർഡർ കേട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ചോബെ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫൈറ്റ് ചെയ്തോളൂ, കാരണം തൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും ഈ ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നവൻ പറയുന്നു. അപ്പോൾ തമിയ അത് കേട്ടങ്ങ് സുഖിക്കുന്നു. അപ്പോൾ തോമയ്ക്ക് ഇത് ചേട്ടൻ ഫൈറ്റിന് മുന്നേ തന്നെ സബോർഡിനേറ്റ്സിനെ ചാർജ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ജൂഫയും തൗഫയും അവരുടെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാനായി നിൽക്കുന്നത് കണ്ട് ചോബയ്ക്ക് അവരോർത്ത് സഹതാപം തോന്നുമെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നു. പക്ഷെ പെട്ടെന്ന് അത് അവരെ അറ്റാക്ക് ചെയ്യാനായി വരും. അങ്ങനെ അവരെല്ലാം അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷെ അവർക്ക് അധികം നേരം അതിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഫൂച്ചിക്ക് ഇതിന് ഒരേ സമയം ഞങ്ങൾ 4 പേരോടും ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷെ അപ്പോഴേക്കും തമിയ അവർ രണ്ടുപേരും തന്നെ കവർ ചെയ്യണമെന്നും താൻ അവർക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് നൽകാമെന്നും പറഞ്ഞ് മുന്നോട്ടേക്ക് ഓടുന്നു. പക്ഷെ തമിയയ്ക്ക് നന്നായി ഇഞ്ചുറിയും ഏൽക്കുന്നു. എന്നിട്ടും വീണ്ടും അതൊന്നും വകവയ്ക്കാതെ അയാൾ മുന്നോട്ടേക്ക് ഓടുന്നു. പക്ഷെ ഫൂച്ചിയും അയാളുടെ ഈ കണ്ടീഷൻ വളരെ ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കി ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള അയാളുടെ ഈ ഫൈറ്റ് തമിയുടെ ഓർഗൻ ഫെയിലിയറിലേക്ക് വരെ എത്തിച്ചേക്കാമെന്ന് അവൻ ഓർക്കുന്നു. പക്ഷേ ഇതേ സമയം ആ കിഷിക്കായി ഫൂച്ചിയുടെ സൈഡിൽ നിന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ തോമ പെട്ടെന്ന് വന്ന് അവനെ സേവ് ചെയ്യുന്നു. അങ്ങനെ ആ അറ്റാക്ക് തോമയ്ക്ക് ഏൽക്കുന്നു. ചോബ ഇത് കണ്ട് ഞെട്ടുന്നു. ശേഷം തോമയും അവൻ്റെ ഇഞ്ചുറിയെ വകവയ്ക്കാതെ ഫൂച്ചിയുടെ താവോ തൻ്റെ ബ്രദറിൻ്റെ പ്ലാൻ വർക്കാവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് കെയർഫുള്ളായി ഇരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവർ ഒരു കറക്റ്റ് ടൈമിനായി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ പെട്ടെന്ന് തമിയ ആ വെള്ളത്തിൽ നിന്ന് അവരോട് റെഡി ആയിക്കൊള്ളാൻ പറയുന്നു. അങ്ങനെ അയാൾ ഒരൊറ്റ വെട്ടുകൊണ്ട് അവരെ രണ്ടായി മുറിക്കുന്നു. ഇതുമൂലം തൗഫയും ജൂഫയും തമ്മിലുള്ള കോൺടാക്റ്റ് നഷ്ടപ്പെടുന്നു. അങ്ങനെ അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ സമയം കൊടുക്കാതെ പെട്ടെന്ന് ചോബയും ഫൂച്ചിയും തോമയും ചേർന്ന് അവരുടെ ടാൻഡിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവർ ബീറ്റണായി വെള്ളത്തിലേക്ക് വീഴുന്നു. അങ്ങനെ വെള്ളത്തിൽ വീണ് പിടഞ്ഞുകൊണ്ടിരുന്ന തൗഫയെ കണ്ട് ഫൂച്ചിക്ക് വിഷമം തോന്നി അവളെ കെട്ടിപ്പിടിച്ച് അവനെ ആശ്വസിപ്പിക്കുന്നു. ഇനി മതിയാക്കിക്കൊള്ളുവാനും അവൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നും പറയുന്നു. അത് കേട്ട് തൗഫ അവിടെ അലിഞ്ഞില്ലാതാവുന്നു. ഇതേസമയം ജൂഫ വെള്ളത്തിൽ നിന്ന് കയറി തൗഫയുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ ചോബ ഓടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്നിട്ടും ജൂഫ അവനോട് പിടിച്ചു നിൽക്കുന്നത് കണ്ട് തമിയെ ഞെട്ടുന്നു. അതിന് കാരണം ചോബയുടെ താവ് അവനെ ഹിൻഡർ ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ജൂഫ റീജനറേറ്റ് ആവാൻ തുടങ്ങവേ ചോബ അവൻ്റെ സ്വന്തം വയറ് കീറി അതിൽ നിന്ന് അവൻ്റെ സീക്രട്ട് വെപ്പൺ പുറത്തെടുക്കുന്നു. തോമ ഇത് കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും ചോബ പറയുന്നു ഇത് ഞാൻ ആ ഫയർ ചിനുബയ്ക്ക് വേണ്ടി വെച്ച മരുന്നായിരുന്നു, പക്ഷെ സാരമില്ല, ഇത് നിനക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം. അങ്ങനെ അവനത് പുറത്തെടുത്തപ്പോൾ അത് വാട്ടർ താവോയെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ താവോ ഇൻഫ്യൂസ്ഡ് സ്പിരിറ്റ് ആണെന്ന് അവൻ കാണുന്നു.
അങ്ങനെ റെയിൻ നേരത്തെ അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടിരുന്ന സമയം ചോബെ അവനറിയാതെ രണ്ടെണ്ണം വിഴുങ്ങിയിരുന്നു. അങ്ങനെ ചോബെ അതെടുത്ത് ജൂഫയ്ക്ക് നേരെ എറിയുന്നു. അങ്ങനെ വാട്ടർ താവ് അവനെ ഹിൻഡർ ചെയ്ത് ജൂഫ വേദന എടുത്ത് പൊളയുന്നു. അങ്ങനെ അവൻ്റെ മേലെ അത് ഒഴിച്ചുകൊണ്ട് ചോബെ പറയുന്നു, ഇത് വളരെ എഫക്റ്റീവായി വർക്കാവുന്നുണ്ടല്ലോ, കൊള്ളാം. പിന്നെ നീയൊക്കെ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ പറഞ്ഞ ഉടനെ ഞാൻ നിങ്ങളുടെ ഒപ്പം ചേരുവന്നോ? നീ ഒരിക്കലും എൻ്റെ അടുത്തും എൻ്റെ അനിയൻ്റെ അടുത്തും ഫൈറ്റിന് വരാൻ പാടില്ലായിരുന്നു. അങ്ങനെ വേദന എടുത്ത് ചാവാറായ ജൂഫയും തമ്മി വന്ന് തൻ്റെ വാൾ കൊണ്ട് കുത്തിക്കൊല്ലുന്നു. ഇത് കണ്ട് താൻ ഇതിനങ്ങനെ ചെയ്തതെന്ന് അവൻ ചോദിച്ചപ്പോൾ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാനായിരിക്കും ടെൻസനെ കൊല്ലുകയെന്ന് എന്ന് തമിയ പറയുന്നു. അങ്ങനെ തൗഫ മരിച്ചപ്പോൾ അവളുടെ ബോഡിയിൽ നിന്നൊരു പീച്ചും പിന്നെ ജൂഫയുടെ അടുത്ത് നിന്ന് ഒരു ഫ്ലവറും അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ തമിയോട് നേരത്തെ തൗഫ അവർ ഈ ഫൈറ്റ് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞ കാര്യം ഓർത്ത് അവളുമായി നല്ലൊരു ഫൈറ്റ് ചെയ്യാൻ സാധിച്ചതിൻ്റെ നന്ദി സൂചകമായി തമി ആ പീച്ച് ജൂഫയുടെ ഫ്ലവറിൻ്റെ ഒപ്പം ചേർത്ത് വെക്കുന്നു. അങ്ങനെ ഇത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സിമ്പിളായി മാറുന്നു. അങ്ങനെ മരിക്കാറായി ജൂഫ തനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞതിൽ അവളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കുട്ടിയായിരുന്ന തൗഫ അവൻ്റെ അടുത്ത് വന്ന് തനിക്ക് അവനെ പേരായി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് വീണ്ടും പറയുന്നു. ശേഷം ആ ഫൈറ്റ് ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ അവരെല്ലാം നിലത്ത് കിടന്ന് വിശ്രമിക്കുന്നു. പക്ഷെ അതേസമയം ബാക്കിയുള്ളവരും ഇതേ അവസ്ഥയിലാണോ എന്ന് ഫൂച്ചി ആലോചിക്കുന്നു. അങ്ങനെ കുറച്ച് മുന്നേ നടന്ന സംഭവം കാണിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. റെയിനിൻ്റെ ഓർഡർ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതിനാൽ നിങ്ങൾ എന്നെ ശല്യം ചെയ്യുന്നിടം വരെ ഞാനും നിങ്ങളെ ശല്യം ചെയ്യില്ല. പക്ഷെ ചെയ്താൽ നിങ്ങളുടെ എല്ലാം തല ഞാൻ എടുക്കും. പക്ഷെ സഗരി, ഇവൾ ആരാ ശരിക്കും? എന്തിനാ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സംശയിക്കുന്നു. എന്നാൽ മെയ്സാൻ, ഇതാണ് റെൻഡൻ പാലസ് എന്ന് തനിക്ക് ഉറപ്പാണെന്നും പക്ഷെ റെയിൻ ഇവിടെ കാണാനില്ലെന്നും പറയുന്നു. അങ്ങനെ അവൾ റെയിൻ എവിടെ പോയെന്ന് ഗുയിഫയോട് ചോദിക്കുന്നു. റെയിൻ തന്നെ ഇവിടെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോയി എന്ന് ഗുയിഫ പറയുന്നു. അങ്ങനെ സഗരി ആ ടെൻസിന്റെ ഫേസ് കാണാൻ ശ്രമിച്ചപ്പോൾ അവളത് മറയ്ക്കാൻ നോക്കുന്നത് കണ്ട് സഗരി അത്ഭുതപ്പെടുന്നു. അപ്പോൾ മെയ്സാൻ, ഗുയിഫ വളരെ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് അവൾ പറയുന്നു. അതേസമയം ഷിയോന്റെയും നുർഗയുടെയും ഭാവി അറിയാൻ വേണ്ടി റെയിൻ റിച്വൽ നടത്തിയതായി മെയ്സാൻ പറയുന്നു. അങ്ങനെ ഗുയിഫ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ പെട്ടെന്ന് സഗരി റാനും തങ്ങളോട് നേരത്തെ ഇതുപോലെ പറഞ്ഞതായി അവൾ ഓർക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് മൂലമാണ് അവർക്കിത് കാണാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സഗരി അത് നശിപ്പിക്കാനായി തൻ്റെ വാളെടുത്തപ്പോഴേക്കും പെട്ടെന്ന് ഗുയിഫ തൻ്റെ താവോയെ എമിറ്റ് ചെയ്യിപ്പിച്ച് അവൾ ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷെ സഗരി ഇങ്ങനെ ഒരു പവർ ആദ്യമായാണ് കണ്ടിരുന്നത്. അങ്ങനെ ഗുയിഫ അവളോട് സോഡിൽ നിന്ന് കൈയെടുക്കുവാനായി പറയുന്നു. പക്ഷെ എന്നിട്ടും സഗരി ചലിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഗുയിഫ അത്ഭുതപ്പെട്ട് അവളുടെ ബുക്ക് മാറ്റി അവളെ ശരിക്കും നോക്കുന്നു. അങ്ങനെ ഗുയിഫ അവളുടെ ഫേസ് അവരെ കാണിക്കുന്നു. തുടർന്ന് റെയിൻ്റെ ഓർഡർ തനിക്ക് അനുസരിക്കേണ്ടതിനാൽ വേണ്ടി വന്നാൽ അവരോട് തനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഗുയിഫ പറയുന്നു. പക്ഷെ സഗരി അവളുടെ വാളെടുത്തു വെച്ച ശേഷം താൻ ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരുടെ ഈ ഐലൻഡിൽ അതിക്രമിച്ച് കയറിയതിന് ഗുയിഫയോട് അപ്പോളജൈസ് ചെയ്യുന്നു. എന്നിരുന്നാലും നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ ഐലൻഡിലേക്ക് വരുത്തി ഇത്രയും പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത്. അതിനാൽ നമ്മൾ രണ്ടു കൂട്ടർക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സഗരി ഈ പോയിന്റ്ലെസ് ആയിട്ടുള്ള ഫൈറ്റിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് താൻ വന്നിരിക്കുന്നതെന്നും അതിനായി ഉടനെ തന്നെ ഞങ്ങൾ ഈ ഐലൻഡ് വിട്ട് പോകുമെന്നും പറയുന്നു. അങ്ങനെ സഗരി എലിക്സറിന്റെയും ഷോഗനൈസിന്റെയും കാര്യമൊക്കെ മറന്ന് തിരിച്ച് ജീവനോടെ പോകുന്നതാണ് ഇപ്പോൾ പ്രധാനമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഗുയിഫ അവളുടെ പവർ ക്യാൻസൽ ചെയ്ത്, ശരി, നിങ്ങളെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുന്നു. പക്ഷെ അവർ ഇനി തിരിച്ചു പോയിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെന്ന് അവൾ പറയുന്നു. അത് കേട്ട് ആശ്ചര്യപ്പെട്ട സഗരിക്കും മേയ്ക്കും റെയിൻ ശരിക്കും എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഒരു ഇല്യൂഷനിലൂടെ ഗുയിഫ കാണിച്ചു കൊടുക്കുന്നു. റെയിൻ ഇപ്പോൾ ഉള്ളത് പാലസിന്റെ അടിയിലുള്ള സ്ലൂയിസ് ഗേറ്റിലാണ്. അവിടെ അയാൾ ദോഷിയെ വെച്ച് ഒരു ഷിപ്പ് പ്രിപ്പയർ ചെയ്യുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ച സഗരിയോട് ഈ ലോകത്തുള്ള എല്ലാ ഹ്യൂമൻസിനെയും ടാൻ ആക്കി മാറ്റാൻ വേണ്ടിയാണതെന്ന് ഗുയിഫ പറയുന്നു. അതായത് ഈ പാരഡൈസ് ബട്ടർഫ്ലൈസിന്റെ മുട്ടകളെല്ലാം ശേഖരിച്ച് അവയെ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിച്ച് അത് വെച്ച് അവരെ ടാൻ ആക്കുവാനാണ് റെയിൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യന്മാരും ഫ്ലവറായി മാറിക്കഴിഞ്ഞാൽ അവയെല്ലാം ഒരൊറ്റ ബാങ്ക് ഓഫ് ഫ്ലവർ ആക്കി മാറ്റി ശേഷം റെയിനിന് ആവശ്യമുള്ള പെർഫെക്റ്റായ ടാൻ അയാൾക്ക് ലഭിക്കും. അങ്ങനെ ഇതെല്ലാം കണ്ട് ഷോക്കായി ആ ഇല്യൂഷനിൽ നിന്ന് പുറത്തെത്തിയ സഗരി വൊമിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗുയിഫ, നിങ്ങൾ ഇനി തിരിച്ചു പോയിട്ടും ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് പറയുന്നു. അപ്പോൾ സഗരി, എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷെ ഗുയിഫ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെന്ന മട്ടിൽ, ഹ്യൂമൻസ് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് എലിക്സറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എന്ന് പറയുന്നു. എന്നാൽ മെയ്സാൻ അങ്ങനെയല്ല. ഗ്രാൻഡ് മാസ്റ്റർ ഇതുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എംബററിനും ബാക്കിയുള്ളവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഹ്യൂമൻസിന് ഇതിനെ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് മെയ് പറയുന്നു. എന്നാൽ ഗുയിഫ ആ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ മാറി എന്ന് പറയുന്നു. കാരണം ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് മനുഷ്യർ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അങ്ങനെ അവരെ ബീറ്റ് ചെയ്തപ്പോഴാണ് ഹ്യൂമൻസിൻ്റെ ഇടയിലാണ് ഏറ്റവും മാർവലസ് ആയ താവുള്ളതെന്ന് അവർക്ക് മനസ്സിലായത്. അവർ ഹോക്കോയേക്കാളും മികച്ചതായിരുന്നു.
അതിന് പ്രധാന കാരണം ഹ്യൂമൻസിൻ്റെ ഇമോഷൻസ് ആയിരുന്നു. ലവ് ആൻഡ് ഹെയ്റ്റ്, ലൈഫ് ആൻഡ് ഡെത്ത് എന്നിങ്ങനെ 2 എക്സ്ട്രീമിലുള്ള ഇമോഷൻസ് ഒരേ സമയം അനുഭവിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഹ്യൂമൻസിൻ്റെ താവോ ഇത്രയ്ക്കും ഫാന്റാസ്റ്റിക് ആയതെന്ന് ഗുയിഫ പറയുന്നു. പക്ഷെ ടെൻസൻസിന് ഇത്തരം ഇമോഷൻസ് ഇല്ലായിരുന്നു. അതുകൂടാതെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി പിന്നെ അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. ഇതൊന്നും കൂടാതെ ഇപ്പോൾ റെയിൻ എലിക്സറും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ നിങ്ങളെ ഇനി വിട്ടാലും വിട്ടില്ലേലും തനിക്കൊരു ചുക്കുമില്ലെന്ന് അവൾ പറയുന്നു. അതേസമയം തന്നെ ഷിയോന്റെ തലിസ്മാൻ ഏറെക്കുറെ കത്തി നശിക്കാറായത് കണ്ട് മറ്റൊരാൾ കൂടി ഇപ്പോൾ മരിക്കാറായെന്ന് ഗുയിഫ പറയുന്നു. ഇതേ സമയം ഫൈറ്റ് ചെയ്ത് സ്വന്തം സോഡ് വരെ ഒടിച്ചു കളഞ്ഞ ഷിയോനെ കാണിക്കുന്നു. അങ്ങനെ അയാൾ നുർഗയോട് ഇത് എത്രാമത്തെ തവണയാണെന്ന് ചോദിക്കുന്നു. 215 തവണയാണ് മാസ്റ്റർ അയാൾ വെട്ടിയത് എന്ന് പറയുമ്പോഴേക്കും ഷിയോൺ വെട്ടിയ ടെൻസന്റെ ബോഡികൾ അവിടെ നിറഞ്ഞു കിടക്കുന്നതും കാണിക്കുന്നു. അങ്ങനെ ഷിയോൺ നോക്കിയപ്പോൾ അതിന്റെ റീജനറേഷൻ ഇപ്പോൾ വളരെ സ്ലോവർ ആയിരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. അതേസമയം മുന്നേ നമ്മുടെ താവയെ ഹിൻഡർ ചെയ്യാൻ സാധിക്കാത്ത ടെൻഷനുമായി നമ്മൾ ഏറ്റുമുട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചെന്ന ഷിയോന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്തുകൊണ്ട് അതിന്റെ റീജനറേഷനെ സ്ലോ ചെയ്യിക്കാമെന്ന് ഗബിമാറു പറയുന്നു. എന്നാൽ മെയ് അതുകൊണ്ട് ഒരു യൂസുമില്ലെന്ന് പറയുന്നു. കാരണം ടെൻഷൻ 1000 തവണ വേണമെങ്കിലും റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ പറയുന്നു. അപ്പോൾ തമിയ അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ആ പ്ലാൻ വർക്കാക്കിയാൻ സാധിക്കില്ലെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഷിയോൺ ആ പ്ലാനുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്ന് നമ്മളെ കാണിക്കുന്നു. പക്ഷെ ഷിയോണും ഏറെക്കുറെ മരിക്കാറായ അവസ്ഥയിലാണെന്നും കാണുന്നു. എന്നാൽ അത് വീണ്ടും റീജനറേറ്റ് ആവുന്നത് കണ്ട് ഷിയോൺ വീണ്ടും അതിനെ വെട്ടുന്നു. അങ്ങനെ അയാൾക്ക് ഇതിനൊരിക്കലും 1000 തവണയൊന്നും റീജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ വീണ്ടും ഷിയോൺ വെട്ടാൻ തുനിഞ്ഞപ്പോൾ അത് വഴുതി മാറി പിന്നിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നു. അത് കണ്ട് നുർഗൈ അതിനെ അറ്റാക്ക് ചെയ്യാനായി പോയപ്പോൾ ഷിയോൺ അവളെ തടയുന്നു. അങ്ങനെ അതിൻ്റെ റിക്കവർ ഇപ്പോൾ സ്ലോ ആയിരിക്കുന്നെന്ന് പറഞ്ഞ് നമ്മളിനി വളരെ കെയർഫുൾ ആയിട്ട് വേണം അതിനോട് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ഷിയോൺ പറയുന്നു. ഇതേസമയം ഷൂജിൻ ഒരു മെലിഞ്ഞുണങ്ങിയ വയസ്സിനെ പോലെ അവളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളൊക്കെ ശരിക്കും മനുഷ്യന്മാർ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷിയോൺ അത് നീ ഇത്രയും നാളും ആളുകളുടെ ജീവൻ എടുത്ത് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം തോന്നുന്നതാ. ഇനി നീ കൊന്നുകളഞ്ഞവർക്കെല്ലാം ആ സമയം എന്താണ് തോന്നിയതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷിയോൺ അവൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ടെൻസയെ ഷൂജിൻ കൊന്നതിൻ്റെ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുന്നതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 9 അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഡിസ്കൗണ്ടിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.